രാഹുൽ ഗാന്ധി മത്സരിച്ച രണ്ടിടങ്ങളിലും വിജയിച്ചതോടെ മണ്ഡലങ്ങളിൽ ഏത് നിലനിർത്തുമെന്ന കൗതുകത്തിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ലോക്സഭാ അംഗത്വം രാജിവെക്കുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരാണെന്ന ചർച്ചകൾക്കും ചൂടുപിടിച്ചിട്ടുണ്ട്. പല കാരണങ്ങളാൽ രാഹുൽ റായ്ബറേലി നിലനിർത്താനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടെ വയനാട്ടിൽ 6 മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. രാഹുൽ ഗാന്ധി ഇപ്പോഴും വയനാടിനെ തന്റെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്നുണ്ടാകും. എന്നാൽ നിർബന്ധങ്ങളും വലിവും സമ്മർദ്ദവും റായ്ബറേലി നിലനിർത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചേക്കാമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വന്നിട്ടേ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും പകരക്കാരൻ ആരാണെന്ന ചർച്ച നേതൃതലത്തിൽ നടക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെയും കെ മുരളീധരന്റെയും പേരുകൾ ഉയർന്നിരുന്നെങ്കിലും രാഷ്ട്രീയ സാമുദായിക ഘടകങ്ങൾ കൂടി പരിഗണിച്ചാവണം സ്ഥാനാർത്ഥി എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. 48% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ ആ സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ശക്തമാണ്. മറ്റുള്ളവരെ പരിഗണിക്കുന്നത് സാമൂഹിക അനീതിയായി മാറുമെന്നും നിരീക്ഷണമുണ്ട്. 2009-ലും 2014-ലും MA ഷാനവാസ് ആയിരുന്നു. 2019-ൽ ടി സിദ്ദിഖിനെ പ്രഖ്യാപിച്ചെങ്കിലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വഴിമാറി. ഇത്തവണ 24 മുസ്ലിം എംപിമാരാണുള്ളത്. 543 ലോക്സഭയിൽ പ്രാതിനിധ്യം 4.4% മാത്രമാണ്. കോൺഗ്രസിൽ നിന്ന് 7 പേർ മാത്രം. കേരളത്തിൽ 16 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് വടകരയിൽ മാത്രമാണ് മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയത്. ഇത് ഏറെ ചർച്ചയായിരുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ആളെ പരിഗണിക്കണമെന്നും ആവശ്യമുയർന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വവും സ്ഥാനാർത്ഥികളെ പരിഗണിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി വീണ്ടും എത്തിയതോടെ ഈ ചർച്ചകൾ അവസാനിപ്പിക്കുകയായിരുന്നു. 14 കോൺഗ്രസ് എംപിമാരുടെ സമുദായ പ്രാതിനിധ്യം പരിശോധിച്ചാൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നാണ് ഏറ്റവും കുറവ്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളെ നിർത്തി ഈ കുറവ് പരിഹരിക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. മലബാറിൽ 6 സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത്. ഈ മണ്ഡലങ്ങളിൽ 6 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. 2 പേരാണ് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളത്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിലെ പിഴവാണ് കോൺഗ്രസ് MLA-മാരുടെ എണ്ണം കുറയാൻ കാരണമെന്നാണ് നേരത്തെ വിലയിരുത്തപ്പെട്ടത്. കോൺഗ്രസ് ജയിച്ച 6-ൽ 5 1 ലക്ഷത്തിന് മീതെയാണ് ഭൂരിപക്ഷം. ന്യൂനപക്ഷ വോട്ടുകളാണ് ഈ വിജയത്തിന്റെ പ്രധാന ഘടകം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് കണക്കിലെടുത്തില്ല എങ്കിൽ വോട്ടിൽ ചോർച്ചയുണ്ടാകും. വയനാട്ടിൽ മുസ്ലിം സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയരുന്ന ഘട്ടത്തിൽ ചില കേന്ദ്രങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെയും കെ മുരളീധരന്റെയും പേരുകൾ ചർച്ചയാക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യം കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണമെന്ന അഭിപ്രായവും ശക്തമാണ്. എന്നാൽ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപും തീരുമാനിച്ച ശേഷവും രാഹുലിന് വയനാടിനോടും ഇവിടുത്തെ ജനങ്ങളോടും പ്രത്യേകിച്ചൊരു താല്പര്യമുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ഏത് മണ്ഡലമാണ് നിലനിർത്തുക എന്ന് തീരുമാനിക്കാൻ എംപിമാരുടെ സത്യപ്രതിജ്ഞ വരെ സമയമുണ്ട്. വയനാട്ടിൽ 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ 3,90,30 വോട്ടുകളുടെ വിജയമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ നിന്ന് രാജിവെക്കുമോ എന്ന കാര്യത്തിൽ അഭിപ്രായം തുറന്നു പറയാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആരും തയ്യാറാവുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വയനാട്ടിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വന്നാൽ ഒരൊറ്റ കാര്യമേ പ്രത്യേകമായി പരിഗണിക്കേണ്ടതായുള്ളൂ എന്നാണ് നേതാവ് പറഞ്ഞത്. സ്ഥാനാർത്ഥി വനിതയായിരിക്കണം എന്നതാണ്. ഇത്തവണ കേരളത്തിൽ നിന്ന് ജയിച്ച എംപിമാരുടെ കൂട്ടത്തിൽ സ്ത്രീകൾ ആരും തന്നെയില്ല. ആ സ്ഥിതിക്ക് വയനാട്ടിൽ നിന്ന് തന്നെയുള്ള വനിതാ നേതാക്കൾ പരിഗണിക്കപ്പെട്ടേക്കാം. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വന്നിട്ടേ അത്തരം ചർച്ചകളുള്ളൂ എന്നാണ് നേതാക്കൾ പറയുന്നത്. അതേസമയം ജയിച്ച 2 സീറ്റിലും തുടരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കില്ലേ? രാജി നിർബന്ധമാണോ? എന്താണ് ഇതിന് നിയമവശമെന്ന് പരിശോധിക്കാം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത് 1951-ലെ ജനപ്രാതിനിധ്യ നിയമത്തിലാണ്. 2 മണ്ഡലങ്ങളിൽ ഒരു വ്യക്തിക്ക് മത്സരിക്കുന്നതിന് നിയമപ്രകാരം തടസ്സമില്ല. 2 മണ്ഡലങ്ങളിലും വിജയിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിയമം വിശദീകരിക്കുന്നുണ്ട്. ഒരേ സമയം 2 മണ്ഡലങ്ങളുടെ പ്രതിനിധിയായി തുടരാൻ കഴിയില്ല. ഒരു മണ്ഡലം നിർബന്ധമായും ഒഴിയണം. തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 14 ദിവസത്തിനകം ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിയണമെന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ 37-ാം വകുപ്പിൽ വ്യക്തമാക്കുന്നു. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു സീറ്റ് ഒഴിഞ്ഞില്ല എങ്കിൽ 2 സീറ്റുകളിലെയും വിജയം അസാധുവാകും. ഇവിടെ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യും. ഇനി ഏതെങ്കിലും ഒരു മണ്ഡലം ഒഴിഞ്ഞാൽ 6 മാസത്തിനകം അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുമെന്നും നിയമം വ്യക്തമാക്കുന്നു. ഇത് പ്രകാരം ഇനി രാഹുൽ ഗാന്ധിക്ക് തീരുമാനമെടുക്കാൻ 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ 18-നകം വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കേണ്ടതായുണ്ട്.
വയനാട്ടിൽ എത്തുമ്പോൾ വീട്ടിലേക്ക് വരുന്ന ഫീലാണെന്ന് രാഹുൽ ഗാന്ധി പ്രചാരണകാലത്ത് പറഞ്ഞിരുന്നു. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹം റായ്ബറേലി നിലനിർത്തുമെന്നാണ് വിവരം. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നെഹ്റു കുടുംബത്തിലുള്ളവരോ അവരുമായി അടുപ്പം നിലനിർത്തുന്നവരോ ആണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് കുടുംബപരമായ അടുപ്പമുള്ള മണ്ഡലം റായ്ബറേലി തന്നെയാണ്. ഈ കാരണം തന്നെയാണ് വയനാട് ഒഴിയാൻ കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന് ഉറപ്പുള്ള മണ്ഡലമാണ് വയനാട്. പ്രിയങ്ക എത്തിയില്ല എങ്കിൽ കേരളത്തിലെ നിരവധി കോൺഗ്രസ് നേതാക്കൾ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യം ഒഴിവാക്കാനായി പ്രിയങ്ക എത്തിയേക്കും. അല്ല എങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവിനെ പരിഗണിക്കാനാകും സാധ്യത. അതേസമയം കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ചില കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വച്ചെങ്കിലും അദ്ദേഹം അത് നിരാകരിക്കുകയായിരുന്നു.